ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ അമ്മ എന്റെ ജീവിതത്തിൽ കാണിച്ചു കൂട്ടിയതിന്റെ ഫലവാ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലവാ എന്റെ മകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടിപ്പോ എന്റെ മകളുടെ കൂടെ ജീവിതം നശിപ്പിക്കണം അല്ലേടാ? അതെ, വലിയ എടാപ്പോടാന്നുള്ള വിളിയൊന്നും വേണ്ട. ഈ അമ്മായി മരുമകന് സിമ്പതിയൊന്നും എനിക്കില്ല. വിവാഹപ്രായമായപ്പോ ശരിക്കും അവളുടെ ഇഷ്ടത്തിനോ അവളുടെ സമ്മതത്തിനോ അല്ല അവളുടെ വിവാഹം നടക്കാൻ പോകുന്നത്. അതാ സാർ എന്റെ പരാതി. ശരി, അപ്പൊ നിങ്ങൾ ഈ കുട്ടിയെ ഉപേക്ഷിച്ച് പോകുമ്പോ, സോറി, നിങ്ങൾ ഈ പറഞ്ഞ കുട്ടിയെ വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോ ഈ കുട്ടിക്ക് എന്ത് പ്രായം ഉണ്ടായിരുന്നു? അന്നെന്റെ മോള് കൈക്കുഞ്ഞായിരുന്നു സാർ. കൈക്കുഞ്ഞായിരുന്നോ? എന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണ് തിരിച്ചു വരുന്നേ? അതെ സാർ. ശരി, അത് കൊള്ളാം. നിങ്ങളുടെ മകളിപ്പോ മേജറല്ലേ? അതെ. അപ്പോ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മകളെ ഉപേക്ഷിച്ചു പോയി. ഇപ്പോ നിങ്ങൾ തിരിച്ചു വന്നപ്പോ ആ കുട്ടിയുടെ വിവാഹമാണെന്ന് അറിഞ്ഞു. ആ കുട്ടിയുടെ ഇഷ്ടത്തിനല്ല വിവാഹം നടത്തുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലേ? അതെ സർ. ശരിക്കും ആരാണ് ഈ വിവാഹത്തിന് ഈ പെൺകുട്ടിക്ക് നിങ്ങളുടെ മകൾക്ക് താല്പര്യമില്ല എന്ന് നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളുടെ മകൾ നിങ്ങളോട് നേരിട്ട് പറയുമായിരുന്നോ? അല്ല മാഡം, നിങ്ങളുടെ മകൾക്ക് ആ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞാലേ ഈ കേസ് നിലനിൽക്കുകയുള്ളൂ. സിഐയോട് ഞാൻ എന്താ പറയേണ്ടത്? ഋതിക മോൾക്ക് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറയണോ? പറയാം. സർ, അത് ദീപക് സാറേ, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഈ വഴിക്ക്? അങ്ങനെ മുൻകൂട്ടി അറിയിച്ചിട്ട് വരേണ്ട കാര്യമുണ്ടോ സിഐ സാറേ? നമ്മള് തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ചിട്ട് എനിക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള സ്വാതന്ത്ര്യമില്ലേ? പിന്നെ അതുണ്ട്. ദീപക് സാർ നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ? സാർ ഇരിക്കേ. അല്ല, സാർ തിരക്കിലാണെന്ന് തോന്നുന്നു. മാഡത്തിനൊരു പരാതി ഉണ്ടേ. ഞാൻ ആ പരാതി കേൾക്കുമായിരുന്നു. എന്നാ കേട്ടോ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. മാഡം എന്താ പറയാമെന്ന് വെച്ചാ പറഞ്ഞോളൂ. ഈ പറയുന്ന പെൺകുട്ടിക്ക് വിവാഹത്തിന് എതിരഭിപ്രായമാണെങ്കിൽ നമുക്ക് പരാതി എടുക്കാം. മാഡം പേടിക്കണ്ട, ഇദ്ദേഹം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. മിനിസ്റ്റർ വർമ്മ സാറില്ലേ? വർമ്മ സാറിന്റെ അനന്തരവനാ. അല്ല, മാഡം എന്തിനാ എഴുന്നേക്കുന്നേ? ഒന്നുമില്ല സർ, ഞാൻ പോയിട്ട് പിന്നെ വരാം. പോയിട്ട് പിന്നെ വരാന്നോ? മാഡം എന്തായി പറയുന്നേ? മാഡം പരാതി തന്നെ? ഇല്ല സർ, എനിക്ക് പരാതിയൊന്നുമില്ല. മാഡം നിക്ക് മാഡം, ഇതെന്തു പറ്റി? അല്ല, എന്തായിരുന്നു കേസ്? എന്തായിരുന്നു പരാതി? അവരുടെ മകൾക്ക് എന്തോ താല്പര്യമില്ലാതെ വിവാഹം നടത്തുന്നോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. അത് ശരി. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ദീപക് സാർ ഇറങ്ങുവാണോ? സാറ് വന്നെന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പിന്നീട് വിളിച്ചറിയിക്കാം. ഞാൻ ഇപ്പോഴാ ഓർത്തെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങുവാ. ഇതെന്താ പരാതി തരാമെന്ന സ്ത്രീ പരാതി തരാതെ പോയത്? ചിലപ്പോ പെൺകുട്ടിയുടെ അനുവാദം അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തെങ്കിലും കുടുംബസ്വത്തിന്റെ കാര്യമായിരിക്കും. അങ്ങനെ ആവാനേ വഴിയുള്ളൂ. പത്മാവതി അമ്മായി,
അമ്മായി അങ്ങനെ അങ്ങ് പോയാലോ? പരാതി കൊടുക്കുന്നില്ലേ? ദീപക്കെ മാറി നിക്ക്, എനിക്ക് പോണം. ഓ, അപ്പൊ ഈ പാവപ്പെട്ടവന്റെ പേരൊക്കെ അറിയാല്ലേ? അല്ല, പേരറിയാതെ പരാതി കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ പരാതി ഒന്ന് കാണിച്ചേ. അതിൽ എന്റെ പേരുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദാ. വിട് വിട് ദീപക്കെ, അമ്മായി ഒന്ന് കാണിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. വിട്. അമ്മായിക്ക് ദേഷ്യം വന്നെന്ന് തോന്നുന്നു. അമ്മായിയും അമ്മാനെ പോലെ ദേഷ്യക്കാരിയാണോ? അപ്പോ നിങ്ങൾ രണ്ടുപേരും ദേഷ്യക്കാരായതുകൊണ്ടാവും രണ്ടുപേരും പിരിഞ്ഞതല്ലേ? നിനക്ക് എന്താ ശരിക്കും വേണ്ടേ? എനിക്ക് നിങ്ങളുടെ മകളെ വേണം. നിന്റെ അമ്മ എന്റെ ജീവിതത്തിൽ കാണിച്ചു കൂട്ടിയതിന്റെ ഫലവാ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലവാ എന്റെ മകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടിപ്പോ എന്റെ മകളുടെ കൂടെ ജീവിതം നശിപ്പിക്കണം അല്ലേടാ? അതെ, വലിയ എടാപ്പോടാന്നുള്ള വിളിയൊന്നും വേണ്ട. ഈ അമ്മായി മരുമകൻ സിമ്പതിയൊന്നും എനിക്കില്ല. ഞാൻ അംബികയുടെ മകനാ, അറിയാലോ? അറിയാം, നന്നായിട്ട് അറിയാം. അംബികയുടെ സ്വഭാവ ഗുണങ്ങളുടെ ഇരട്ടി കിട്ടിയിട്ടുള്ള മകനാണെന്ന് ശരിക്കും എനിക്കറിയാം. അമ്മായിന്ന് വിളിച്ച നാവുകൊണ്ട് പത്മാവതി എന്ന് വിളിപ്പിക്കല്ലേ. ദീപക്കെ, ഞാൻ അവസാനമായിട്ട് പറയാം, നീ മാറി നിക്ക്, എനിക്ക് പോണം. ഹ, അങ്ങനെ അങ്ങ് പോയാലോ? അമ്മായിക്ക് അറിയണ്ടേ ഞാൻ അവളെ എന്തിനാ കെട്ടാൻ പോകുന്നെന്ന്? നിങ്ങള് വിവാഹം മുടക്കാൻ വന്നതല്ലേ? എങ്കിൽ നിങ്ങളിത് അറിഞ്ഞോ. നിങ്ങളുടെ മകളെ ഞാൻ കെട്ടി അവളുടെ സ്വത്തുക്കള് ഞാനും അമ്മയും കൂടി എന്റെ പേരിലോട്ടാക്കും. വർഷങ്ങൾക്ക് മുൻപ് എന്റെ അമ്മയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തകർത്തെറിഞ്ഞ് എന്റെ അമ്മാവന്റെ ജീവിതത്തിലേക്ക് വലതുകാല് വെച്ച് വലിഞ്ഞു കയറി വന്ന സ്ത്രീയാണ് നിങ്ങൾ. അന്ന് നിങ്ങളെ ആ കുടുംബത്തിൽ നിന്ന് തുരത്താൻ എന്റെ അമ്മ രാജതന്ത്രം പ്രയോഗിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. കണക്കില്ലാത്ത സ്വത്തുക്കളൊന്നും അമ്മയ്ക്ക് അമ്മയുടെ പേരിലേക്കാക്കാൻ പറ്റിയിരുന്നില്ല. അതിനമ്മ കണ്ടുപിടിച്ച വഴിയാണ് എന്നെ കൊണ്ട് ഋതികയെ വിവാഹം കഴിപ്പിക്കുക എന്നത്. മനസ്സിലായോ? ഞാൻ ഋതികയെ വിവാഹം കഴിക്കുകയും ചെയ്യും, ആ സ്വത്തുക്കളെല്ലാം ഞാൻ സ്വന്തമാക്കുകയും ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം ഞാൻ അമ്മാവന്റെ അടുത്ത് പറയും. ഇനി നിങ്ങളുടെ ശല്യം എനിക്കും എന്റെ അമ്മയ്ക്കും ഉണ്ടാവരുത്. നിങ്ങളെ ഞാനേ അമ്മാവന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. എന്നിട്ട് സിഐയെ വിളിച്ചു വരുത്തി നിങ്ങൾ കൊടുത്ത പരാതിയെല്ലാം ഞാൻ അമ്മാവനെ ബോധിപ്പിക്കും. എന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കും. നീ മാറി നിക്ക് ദീപക്കെ. ഇങ്ങ് വാ പത്മാവതി. കയ്യിന്ന് വിടറ. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്ന അമ്മാവന്റെ അടുത്തേക്ക്. ഇവിടെ വരാൻ കാണിച്ച ധൈര്യം നിങ്ങൾ അമ്മാവന്റെ മുമ്പിൽ വരാൻ കാണിക്ക്. കയ്യിന്ന് വിടാനാ ഞാൻ നിന്നോട് പറഞ്ഞത്. വീട്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും പെണ്ണുപിള്ളേ? നിങ്ങൾ എന്നെ മൂക്കി വലിച്ചു കയറ്റോ? വിടടാ. എന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കും.